ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? 50 ദിവസം നാം നമ്മെ തന്നെ പരിത്യജിച്ച് ഫലഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് പല പാപങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ മോചിതരാക്കി നാം എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? ഈശോയുടെ പെസഹ രഹസ്യത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഒരുങ്ങുന്ന നാം നമ്മെ തന്നെ എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നമുക്കൊന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ധ്യാനിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പെസഹ ത്രിദിനം എന്നെല്ലാം പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈശോ ഇവയിലൂടെ എല്ലാം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. ഇവിടെ നാം കണ്ടു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ സാത്താൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാപം മൂലം മരണത്തിന് കീഴ്പ്പെടുന്ന നമ്മളെ ദൈവം തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് പെസഹ രഹസ്യത്തിലൂടെ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ അവനെ കൊണ്ടുവന്ന് നിർത്തി, അവനെ എല്ലാം നൽകി. അവൻ ദൈവത്തിൻ്റെ പർദീസായിലായിരുന്നു. അവിടുന്ന് പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പം ദൈവമായ കർത്താവ് ഒരു കാര്യം മാത്രം മനുഷ്യനോട് അരുത് എന്ന് പറഞ്ഞു. അവിടെ സാത്താൻ വന്ന് അവരെ പ്രലോഭിപ്പിച്ച് ആ വൃക്ഷത്തിൻ്റെ പഴം തന്നെ അവർ പറിച്ച് കഴിക്കുകയാണ്. സാത്താൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ സ്ത്രീ സർപ്പവുമായി സംസാരിക്കാൻ പോയതുകൊണ്ട് അവളെ കീഴ്പ്പെടുത്തി. അതിനുശേഷം നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനത്തിൽ, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെപ്പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു നിന്ന് അമൃതനാകാൻ ഇടയാകരുത്. അപ്പം ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പാപത്തോടെ മനുഷ്യൻ ഭക്ഷിച്ചാൽ അവന് സാത്താനായി മാറുന്നത് കൊണ്ടാണ് ദൈവമായ കർത്താവ് ഇവിടെ ഒരു വിലക്ക് ഏൽപ്പിച്ചത്. എന്നിട്ട് പറയുകയാണ്, കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടെ സ്ഥാപിക്കപ്പെട്ടു. അപ്പം ആ ജീവൻ്റെ വൃക്ഷത്തിന് ദൈവമായ കർത്താവ് സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? നാം പാപത്തോടുകൂടി ആ ജീവൻ്റെ വൃക്ഷത്തെ സ്പർശിച്ചാൽ സാത്താനായി പോകുമെന്ന് കർത്താവിന് അറിയാമായതുകൊണ്ട് ദൈവം മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പാപം ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ പറുദീസായിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് അടിമത്തത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നാം അനുതാപത്തിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ നാം വീണ്ടും ജീവൻ്റെ പറുദീസായിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ദൈവമായ കർത്താവ് അനേക പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഹെബ്രായർ 1:1-3 വരെയുള്ള തിരുവചനത്തിൽ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. പൂർവ്വകാലങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവം അനേക പ്രവാചകന്മാരെ, നീതിമാന്മാരെ അയച്ച് ദൈവവുമായി മനുഷ്യനെ രമ്യതപ്പെടുത്തി ഈ ഏദനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യൻ പലപ്പോഴും പ്രവാചകന്മാരെയും നീതിമാന്മാരെയും ന്യായാധിപന്മാരെയും ധിക്കരിച്ച് വീണ്ടും മനുഷ്യൻ പാപത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം തിരുവചനത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടി? ആ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട, അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ആ നിത്യജീവൻ നൽകുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കനാൻ ദേശത്തിലേക്ക് നയിച്ചപ്പോൾ 40 വർഷക്കാലം അവർ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവർക്ക് അപ്പം മന്ന നൽകിക്കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുകയാണ്. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം 31, 41, 51, 54 മുതൽ 56 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് പറയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പം ഞാനാകുന്നു. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ജീവനുള്ള അപ്പം നമുക്ക് നൽകിക്കൊണ്ട്, പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ നിത്യജീവനിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നെ പരിപൂർണമായിട്ട് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം 53-54 തിരുവചനത്തിൽ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നാം ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമുക്ക് ദൈവം നിത്യജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. നാം കണ്ടു ഹെബ്രായർ 1:1-3 വരെയുള്ള തിരുവചനത്തിൽ അനേക പ്രവാചകന്മാരെ ദൈവം അയച്ചുകൊണ്ട് നമ്മെ ദൈവവുമായിട്ട് രമ്യതപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 2 കൊരിന്തോസ് 5-ാം 18 മുതലുള്ള തിരുവചനത്തിൽ ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തിയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ദൈവവുമായിട്ട് മനുഷ്യനെ രമ്യതയിലാക്കാൻ വേണ്ടി അനേക പ്രവാചകന്മാരെ ദൈവം ലോകത്തിലേക്ക് അയക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം 44 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ടിയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി. യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആബേൽ കായേനാൽ കൊല്ലപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആബേലിൽ കൊല്ലപ്പെട്ടത് ക്രിസ്തുവാണ്.
പിന്നീട് നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം താൻ സ്നേഹിച്ച തൻ്റെ ഏകപുത്രനെ ബന്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് ഇസ്ഹാക്കിൽ ബന്ധിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി സേനാധിപനായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. നമ്മുടെ കർത്താവ് ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകനും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. നമ്മുടെ കർത്താവ് ബന്ധിക്കപ്പെടുകയാണ്. ഇസ്ഹാക്കിൽ ബന്ധിക്കപ്പെട്ടത് ക്രിസ്തുവായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ അപ്പോൾ കുറേ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായില്യർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ജോസഫിൽ വിൽക്കപ്പെട്ടത് നമ്മുടെ കർത്താവായ ക്രിസ്തുവായിരുന്നു. കാരണം ഈ പ്രവാചകന്മാരിലൂടെയും നീതിമാന്മാർക്കെല്ലാം സംഭവിച്ചത് യഥാർത്ഥത്തിൽ പൂർത്തിയായത് നമ്മുടെ കർത്താവായ ഈശോയിലാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ തൻ്റെ അരിമശിഷ്യരിൽ ഒരുവനായ യൂദാസ് നമ്മുടെ കർത്താവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ജോസഫിൽ നമ്മുടെ കർത്താവ് അവിടെ വിൽക്കപ്പെടുകയാണ്. ഇസഹാക്കിൽ നമ്മുടെ കർത്താവ് ബന്ധിക്കപ്പെടുകയാണ്. ആബേലിൽ നമ്മുടെ കർത്താവ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ദാവീദ് പീഡ സഹിച്ചത് മുഴുവൻ ദാവീദിൽ നമ്മുടെ കർത്താവ് തന്നെയാണ് പീഡ സഹിച്ചത്. നമ്മൾ ഓരോരുത്തരും പീഡ സഹിക്കുമ്പോഴും വിൽക്കപ്പെടുമ്പോഴും ബന്ധിക്കപ്പെടുമ്പോഴും കൊല ചെയ്യപ്പെടുമ്പോഴുമെല്ലാം നമ്മളിലുള്ള കർത്താവായ ക്രിസ്തുവാണ് അവ സഹിക്കുന്നത്. നമ്മൾ വെറും ഒരു ഉപകരണങ്ങൾ എന്ന് മാത്രം. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയാകാൻ വിളിക്കപ്പെട്ടവർ ആണെങ്കിൽ, എന്താണ് ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമ്മൾ നമ്മുടെ കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ പീഡകൾ സഹിക്കുമ്പോൾ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ബന്ധിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം നമ്മളിലുള്ള കർത്താവാണ് അത് സഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ചാൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ മഹത്വപ്പെടുകയും സാത്താൻ്റെ കെട്ടുകൾ അഴിയുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ കീഴ്പ്പെടുത്തിയത്? തൻ്റെ മരണത്തിലൂടെയാണ്. അതാണ് ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ ഇത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ പിതാവായ ദൈവത്തോടു കൂടിയായിരുന്ന ഈ വചനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമ്മതത്തോടെ മാംസം ധരിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്നിട്ട് ഈ മാംസമായ വചനം നമുക്ക് വേണ്ടി മുറിയപ്പെട്ട് പീഡകൾ സഹിച്ച് അപ്പമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് മാറുകയാണ്. അന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് തൊടരുത് എന്ന് പറഞ്ഞ ആ ജീവൻ്റെ വൃക്ഷത്തിലെ ഫലം യഥാർത്ഥത്തിൽ പാകമായത് കാൽവരിയിലെ
കുരിശുമരത്തിലാണ്. ആ കുരിശ് മരത്തിൽ നമുക്ക് വേണ്ടി പാകപ്പെട്ട ആ പരിശുദ്ധ കുർബാനയായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും തിരുനാളാണ് ഈ പെസഹ ദിനത്തിൽ നാം ആഘോഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ 50 ദിവസം നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത്. നാം ഇവിടെ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിൽ, അവൻ ഇനിയും കൈ നീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നു കൂടി പറിച്ച് തിന്ന് അമർത്തനാകാൻ ഇടയാകരുത്. മനുഷ്യൻ കൈ നീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് തിന്ന്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് അരുത് എന്ന് കൽപ്പിച്ച ആ കനി അവിടെ തൊടുകയോ കഴിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ കനി ഇവിടെ ദൈവമായ കർത്താവ് അവർക്ക് കൈകളിൽ നൽകിക്കൊണ്ട് ഇവിടെ പറയുകയാണ്, അരുളി ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അപ്പം കൈയിൽ കൊടുത്തുകൊണ്ട് ആ കനി ഭക്ഷിക്കുവാൻ പറയുകയാണ്. ഈ കനി ഭക്ഷിച്ചാൽ അവിടെ അമർത്യത സംഭവിക്കും. ഇവിടെയും ഈ പരിശുദ്ധ കുർബാന നാം സ്വീകരിച്ചാൽ നമ്മൾ അമർത്യരായി മാറുകയാണ്. നിത്യജീവൻ നമുക്ക് ലഭിക്കുകയാണെന്ന് നാം കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 55-ഉം 56-ഉം തിരുവചനത്തിൽ, എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. 54-ാം വചനത്തിൽ പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ ദൈവത്തിൻ്റെ ആത്മാവിനെ അവന് നൽകിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യരായ നമ്മുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് നമ്മൾ മരിക്കാൻ ഉള്ളവരല്ല. പാപം ചെയ്താൽ തന്നെ ദൈവമായ കർത്താവ് അനുതാപത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആ പാപത്തിൽ നിന്ന് മോചിതരാക്കി യജമാനനെ തന്നെ അടിമകളായ നമുക്ക് ഭക്ഷിക്കുവാൻ അവിടുന്ന് അവസരം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവ്യബലിയും ദിവ്യകാരുണ്യവും നാം സ്വീകരിക്കുമ്പോൾ നമ്മെ തന്നെ ഒരുക്കി വിശുദ്ധീകരിക്കണം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ 30 വരെയുടെ തിരുവചനത്തിൽ, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. നമ്മൾ ഈശോയെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലാതെ പാപത്തിൽ നാം കർത്താവിനെ സ്വീകരിച്ചാൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, നാം കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുക. നമ്മളെ തന്നെ ആത്മപരിശോധന നടത്തണം. നമ്മളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. നമ്മൾ പലരും രോഗികളായി തീരുന്നതിനും ദുർബലരാകുന്നതിനും പലരും മരിച്ചു പോകുന്നതിനും കാരണം എന്താണ്? വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഭയഭക്തിയെ ബഹുമാന ആദരങ്ങളോടെ നാം ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ആ അപ്പം
സ്വർഗത്തേക്കാൾ വലിയവനായ ആ കർത്താവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കണമെന്ന് യൂദാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആദ്യം പരിശുദ്ധ കുർബാന യൂദാസിനാണ് ദൈവം നൽകിയത്. അവൻ അയോഗ്യതയോടെ അത് സ്വീകരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്. നമ്മൾ നിത്യജീവനിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസവും വിശുദ്ധ കുർബാന നമുക്ക് യോഗ്യതയോടെ സ്വീകരിക്കാം. അവിടുന്ന് വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും മനുഷ്യാവതാരം ചെയ്തതും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ദൈവം നമ്മോട് കൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എങ്ങനെയാണ് നമ്മോട് കൂടെ അവിടെ നിന്നായിരിക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ നാം സ്വീകരിച്ചാൽ അവ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എന്നാൽ ദൈവത്തെ ആ പരിശുദ്ധ കുർബാന നാം ഓരോ ദിവസവും സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തോട് ലയിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നാം അനുദിനം രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ആ ഈശോയുടെ സ്വഭാവത്തിലേക്ക് ദൈവത്തെങ്കിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടും. അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വഴി ഈശോയുടെ ശരീരങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിൽ നിന്ന് നാം മോചിതരായി ദൈവിക സ്വഭാവത്തിലേക്ക് നാം പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. ഹെബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മെ വിളിക്കുകയാണ്, സ്വർഗീയ വിളിയിൽ പങ്കുകാരായ വിശുദ്ധ സഹോദരരെ. നമ്മൾ സ്വർഗീയ വിളിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം ഈ ലോകത്തിൻ്റേതൊന്നും നമ്മുടേതല്ല. അതാണ് ഈ വചനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും നമ്മളെ വിശുദ്ധിയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പസ്തല പ്രവർത്തനം 20-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ഉത്കൃഷ്ടത്തിനും സകല വിശുദ്ധരുടെ ഇടയിലും അവകാശം തരാൻ ഈ വചനത്തിന് കഴിയും. ദൈവവചനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും നമ്മളെ വിശുദ്ധരുടെ ഇടയിൽ കൊണ്ട് ആനയിക്കാൻ സാധിക്കും. അതാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 52 വരെയുള്ള തിരുവചനത്തിൽ ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു സഹയാത്രികനായി കർത്താവ് അവരുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോഴവർ ചോദിക്കുന്നുണ്ട്, ഈ ദിവസങ്ങളിലൊന്നും ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ദൈവമായ കർത്താവ് അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയും അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ദൈവവചനങ്ങൾ പങ്കുവെച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ അനുദിനം ദിവ്യബലിയിൽ നാം വചനം കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടോ? പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെടുന്നുണ്ടോ കർത്താവിനെ കാണാൻ വേണ്ടി? നമുക്കും പ്രാർത്ഥിക്കാം. ആ ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ സന്ധ്യയായപ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 28 മുതലുള്ള തിരുവചനത്തിൽ, അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനെ ആകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടി താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ
അവരോടുകൂടി താമസിക്കാൻ കഴിഞ്ഞു. നമ്മുടെയും ജീവിതത്തിൽ ഈ ലോകയാത്രയിൽ കർത്താവ് പലപ്പോഴും നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് യാത്ര തുടരുകയാണെന്ന് അവിടുന്ന് ഭാവിക്കും. അവർ നിർബന്ധിക്കുകയാണ്, കർത്താവേ ഞങ്ങളോടൊപ്പം വരണമേ, സമയം വൈകുന്നു. അപ്പം നമ്മൾ കർത്താവിനെ വിളിക്കണം, നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ. അതിന് ഈശോ പറയുന്നുണ്ട്, വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനത്തിന്, ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അപ്പം കർത്താവ് യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചുകൊണ്ട് നമ്മളോടൊപ്പം അവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കർത്താവിനെ വിളിക്കുന്നുണ്ടോ? യെശയ്യാ പ്രവാചകൻ 66-ാം അധ്യായം 1-2 തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? അപ്പം ദൈവമായ കർത്താവിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കുക, ഭവനം പണിയുക എന്നുള്ളത് മനുഷ്യ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. അത് വലിയ വീടോ വലിയ വലിയ കെട്ടിടങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധമായ ഹൃദയങ്ങളിലാണ്, അനുതാപമുള്ള ഹൃദയത്തിലും വിനീതമായ ആത്മാവിലും വാസമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ ശിഷ്യന്മാർ നിർബന്ധിച്ചതുപോലെ നമുക്ക് നിർബന്ധിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ ഹെഡിങ് തന്നെ, കർത്താവ് ജനത്തിൻ്റെ കൂടെ. മോശെ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടി വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിനും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനെ വിളിക്കുകയാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണമേ എന്ന്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഇക്കാര്യവും ഞാൻ ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പോൾ മോശയുടെ കൂടെ വസിക്കുന്ന, യാത്ര ചെയ്യുന്ന ദൈവം ആ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നിർബന്ധിക്കുകയാണ്, ഞങ്ങളോട് കൂടെ വരണമേ, ഞങ്ങളോടൊത്ത് സ്റ്റേ ചെയ്യണമേ എന്ന്. അപ്പം നമുക്കും വിളിക്കാം, കർത്താവേ, ഈ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മളെ ഞങ്ങളോടൊപ്പം അങ്ങ് യാത്ര വരാമോ, ഞങ്ങളോടൊപ്പം വന്ന് വസിക്കാമോ എന്ന് നമുക്ക് ഈശോയോട് ചോദിക്കാം. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വസിക്കും, നമ്മളോടൊപ്പം യാത്ര ചെയ്യും. കർത്താവ് കൂടെയുള്ള ജനമാണ് നാമെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കും. അതാണ് സങ്കീർത്തകൻ പറയുന്നത് 33-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളവരാണ്. അപ്പം കർത്താവ് ദൈവമായിട്ടുള്ള ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളവരാണ്. അപ്പം നമ്മൾ ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണോ? നമ്മൾ മറ്റൊരു ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണോ? കർത്താവിൻ്റെ മക്കളായ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. നമുക്ക് പരിപൂർണരാകാൻ സാധിക്കത്തില്ലെങ്കിലും നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിനോട് യോജിച്ച തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് ശ്രമിക്കാം. അനുദിനം ഈശോയെ സ്വീകരിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധ ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുവാനായിട്ട് അവസരം ലഭിച്ച നമുക്കും ഏറ്റവും വിശുദ്ധിയോടെ ആ ഈശോയെ ഭക്ഷിച്ചുകൊണ്ട്, ഈശോയുടെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അമർത്യതയിലേക്ക് നമുക്കും വരാം. നിത്യജീവൻ നമുക്കും സ്വന്തമാക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്താണ് നിത്യജീവൻ? ഏകസത്യതയുമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം ഈശോയെ അറിഞ്ഞ് വരുമ്പോൾ നാം നിത്യജീവൻ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു നോമ്പ് കാലം ഏറ്റവും വിശുദ്ധമായിട്ട് ഒരുങ്ങാം. ആ പെസഹായ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം.
പരിശുദ്ധ കുർബാനയാകാം നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചത് എന്താണ്? പരിശുദ്ധ കുർബാന അവശേഷിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കടന്നുപോയി. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കടന്നു പോകൽ എന്നാണ്. അപ്പം ഓരോ വിശുദ്ധരും അവരുടെ തിരുശേഷിപ്പുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. നമ്മൾ ഓരോരുത്തരും എന്ത് അവശേഷിപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്? വൈരാഗ്യവും വിദ്വേഷവും പാപങ്ങളും അവശേഷിപ്പിച്ചിട്ടാണോ നമ്മൾ കടന്നു പോകേണ്ടത്? അതോ ഏറ്റവും നല്ലൊരു വിശുദ്ധമായ ജീവിതം നമ്മൾ ഈ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ സ്ഥാനപതികളായിട്ട് ഓരോരോ വിശുദ്ധന്മാരും വിശുദ്ധകളുമായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധരാകാൻ വളരെ എളുപ്പമാണ്. കാരണം ദൈവവചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് വിശുദ്ധ ഗ്രന്ഥമെല്ലാം അടച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പഴയ കാലത്തെ വിശുദ്ധർക്ക് ഈ വചനം വായിക്കാനോ അവ കൈകാര്യം ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കത്തില്ലായിരുന്നു. കാരണം അത് അടയ്ക്കപ്പെട്ട വിശുദ്ധ ലിഖിതം അടയ്ക്കപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മാതൃഭാഷകളിൽ വിശുദ്ധ ലിഖിതമെല്ലാം എഴുതി നമുക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവ ഓരോ ദിവസവും വായിക്കുന്നതിലൂടെ നമ്മളറിയാതെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ദൈവനിവേശിതരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 തിമോത്തിയോസ് 3:16 തിരുവചനത്തിൽ പറയുന്നത്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിത്തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തരായ മനുഷ്യർ പരിപൂർണരാകാൻ സാധിക്കുന്നു. അപ്പം നമുക്ക് ഓരോരുത്തർക്കും പരിപൂർണരാകാനായിട്ട് ഈ വിശുദ്ധ ലിഖിതം നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവവചനം നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കും വിശുദ്ധരാകാം. ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ അവിടുത്തെ നമുക്ക് തിരിച്ചറിയാം. ദൈവവചനം സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ നമുക്ക് സ്നേഹിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.